ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പല വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 6 പ്രവർത്തനമാണ് ഉണ്ടാവുക. ആദ്യത്തെ പ്രവർത്തനം പാസേജ് തരും, അതിൽ തന്നെ ആൻസർ ഉണ്ടാവും. അപ്പോൾ ആ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. അത് പ്രവർത്തനം 1 വായിക്കാം, എഴുതാം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന ഗദ്യഭാഗം അല്ലെങ്കിൽ പദ്യഭാഗം നല്ല വണ്ണം വായിക്കുക, മനസ്സിലാക്കുക. പദ്യം വായിച്ചാൽ ഒന്നുകൂടി വായിക്കുക. കവിതയൊക്കെയാണ് നിങ്ങൾക്ക് ആദ്യത്തെ പ്രവർത്തനമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം വായിക്കുക. എന്തായാലും ചോദ്യത്തിൻ്റെ ഉത്തരം ആ ഗദ്യഭാഗത്തോ പദ്യഭാഗത്തോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആരും 5 മാർക്ക് മിസ് ചെയ്യരുത്. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് സ്കോർ ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പ്രവർത്തനം നോക്കാം, ഉപന്യാസം. കെട്ടുകല്യാണം അനാചാരമാണെന്നും അതിനുവേണ്ടിയുള്ള ആർഭാടവും തോർത്തും ഉപേക്ഷിക്കണമെന്നും ശ്രീനാരായണ ഗുരു ജനങ്ങളോട് പറഞ്ഞത് നാം പാഠഭാഗത്ത് കണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹാഘോഷങ്ങളിൽ സ്ത്രീധനം ഉൾപ്പെടെ അനാവശ്യമായ ആർഭാടവും തോർത്തും അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വിവാഹാഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു വിഷയം തരും. ആ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹാഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം, അത് നിങ്ങൾ ഹെഡിങ് ആയിട്ട് എഴുതുക. ഓക്കെ, ഇവിടെ സെൻറ്ററിൽ ഹെഡിങ് ആയിട്ട് എഴുതുക. എന്നിട്ട് നമുക്കറിയാവുന്ന പോയിൻറ്റ്സ് എഴുതുക. ജാതി വിവേചനങ്ങൾക്കും അനാചാരങ്ങൾക്കും ആർഭാടത്തിനുമെതിരെ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ഈ കെട്ടുകല്യാണം എന്ന പാഠഭാഗത്തു നിന്നും എന്തായാലും ഒരു ഉപന്യാസമോ അല്ലെങ്കിൽ ഒരു വിശകലനക്കുറിപ്പോ പ്രതികരണക്കുറിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എന്തായാലും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ജാതി വിവേചനങ്ങൾ, ജാതി വിവരണം എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും വലിയ ജാതി, ഉയർന്ന ജാതി, അങ്ങനെയുള്ള ജാതി വേർതിരിവുകൾ പണ്ട് കാലത്തുണ്ടായിരുന്നു. അതേപോലെ അനാചാരങ്ങൾ, അതേപോലെ ആർഭാടം, ഇതിനൊക്കെ എതിരെ പ്രവർത്തിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. അതിസമ്പന്നരായ ആളുകളുടെ വിവാഹാവകാശങ്ങൾ കണ്ട് അത് അതേപടി അനുകരിക്കുന്ന പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ അതിസമ്പന്നരായ ആളുകൾ അവർ വളരെ ആഡംബരത്തിലായിരിക്കും അവരുടെ കല്യാണം നടത്തുക. അത് കണ്ട് അവരെ അനുകരിക്കുന്ന കുറേ പാവപ്പെട്ട ആൾക്കാർ, ആ ഒരു പ്രവണതയാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് എന്താ എഴുതാം? അതിസമ്പന്നരായ ആളുകളുടെ വിവാഹാഘോഷങ്ങൾ കണ്ട് അത് അതേപടി അനുകരിക്കുന്ന പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനവും ഇത്തരം കാര്യങ്ങളിലുണ്ട്. സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനവും ഇത്തരം കാര്യങ്ങളിലുണ്ട്. മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്ന പല ചടങ്ങുകളും വിവാഹാഘോഷങ്ങളുടെ ഭാഗമായി കടന്നു വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പരക്കെ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് 1-2 ദിവസത്തെ ആഘോഷമായിരുന്നുവെങ്കിൽ ഇന്ന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. ഇതിനൊക്കെ കാരണം എന്താണ്? സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങളാണ് ഇതിനൊക്കെ കാരണം. ഓക്കെ, കൂടാതെ ആഭരണങ്ങളിലും വസ്ത്രങ്ങളിലും ഭക്ഷണത്തിനുമെല്ലാം അനാവശ്യമായ ആഡംബരങ്ങളാണുള്ളത്. ഇതിനെല്ലാമുള്ള പണം വീടും സ്ഥലം പണയപ്പെടുത്തി പോലും കണ്ടെത്തുന്നവരും കുറവല്ല. ഒടുവിൽ കടം പെരുകി തിരിച്ചടയ്ക്കാനാവാതെ വലയുന്ന സ്ഥിതിയിലെത്തുന്നു. ഇത് പല കുടുംബങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക സന്തുലനാവസ്ഥ തന്നെ തകർക്കുന്നു. ഇത് സമൂഹത്തെ ആകമാനം ദോഷകരമായി ബാധിക്കുന്നു. വിവാഹാഘോഷങ്ങളിലും മറ്റും ആഡംബരം കാണിച്ചെങ്കിലേ തങ്ങൾക്ക് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകൂ എന്ന് ചിന്തിച്ചാണ് മിക്കവരും ഇതിനൊക്കെ മുതിരുന്നത്. നമുക്ക് അടുത്തത് മഞ്ഞുതുള്ളി എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാനാണ്. പ്രകൃതിയിലെ സുന്ദരമായ ജീവിതത്തെ പ്രസാദാത്മകമായി സമീപിക്കാൻ കഴിയും. ഉണർന്നെഴുതുമ്പോൾ പുതുദിവസങ്ങളിൽ കർമ്മനിരതരാവാൻ നമുക്ക് ഉത്തേജനവും ഊർജവും പ്രദാനം ചെയ്യുന്നവയാണ് ഈ പുലരി കാഴ്ചകൾ. ഇപ്പം രാവിലെ എഴുന്നേറ്റ് നമ്മളൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വെച്ചാൽ നമുക്ക് അന്നത്തെ ദിവസം നല്ലൊരു ഉന്മേഷവും അതേപോലെ തന്നെ നല്ല എനർജിയും ഉണ്ടാവും. ഈ ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തി മഞ്ഞുതുള്ളി എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാനാണ്. മഞ്ഞുതുള്ളികളുടെ സൗന്ദര്യത്തെയും നൈർമല്യത്തെയും വർണ്ണിക്കുന്നതോടൊപ്പം പ്രകൃതി നൽകുന്ന പ്രഭാത സൗഭാഗ്യങ്ങളെ സ്തുതിക്കുകയും ചെയ്യുന്ന കവിതയാണ് ഉള്ളൂർ എസ് പരമേശ്വരയുടെ മഞ്ഞുതുള്ളി.
അപ്പം ഉള്ളൂർ എസ് പരമേശ്വരയുടെ മഞ്ഞുതുള്ളി എന്ന കവിത എന്താണ്? മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യത്തെയും നർമ്മല്യത്തെയും വർണ്ണിക്കുകയാണ്. അപ്പം മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യത്തെയും നർമ്മല്യത്തെയും വർണ്ണിക്കുന്നതോടൊപ്പം അതേപോലെ തന്നെ പ്രകൃതി നൽകുന്ന പ്രഭാത സൗഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ നമ്മൾ കാണുന്നത് നമുക്ക് കുറച്ച് നേരം വൈകിയാലും നമുക്ക് ആ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റില്ല അല്ലേ? പ്രഭാതത്തിൽ രാവിലെ നമ്മൾ കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ്. അതാണ് ഇവിടെ പ്രഭാത സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യത്തെയും നർമ്മല്യത്തെയും വർണ്ണിക്കുന്നതോടൊപ്പം പ്രകൃതി നൽകുന്ന പ്രഭാത സൗഭാഗ്യങ്ങളെ സ്തുതിക്കുകയും ചെയ്യുന്ന കവിതയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ മഞ്ഞുതുള്ളി. പുതിയ പ്രതീക്ഷകളുമായാണ് പ്രഭാതം വിടരുന്നത്. ഉറക്കമുണർന്നവരുടെ മനസ്സിൽ ഉന്മേഷം നിറയ്ക്കുന്ന വിധത്തിലാവും പ്രകൃതിയുടെ പ്രഭാതഭാവം. പ്രഭാതത്തിൽ ഓരോ ഇലത്തുമ്പിലും കുഞ്ഞു സൂര്യനെ സൃഷ്ടിക്കുന്ന മഞ്ഞുതുള്ളികളുടെ മനോഹാരിതയും ശ്രേഷ്ഠതയുമാണ് കവിതയിലൂടെ വർണ്ണിക്കുന്നത്. മഞ്ഞുതുള്ളികൾ മാഞ്ഞു പോകുമ്പോൾ തങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുമെന്ന് കവി പരിഭവിക്കുന്നു. അപ്പോൾ മഞ്ഞുതുള്ളികൾ മാഞ്ഞു പോവുകയാണ്. അപ്പോൾ തങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുമെന്ന് കവി പറയുകയാണ്. രാത്രി മുഴുവൻ ഉറങ്ങിയതിനാൽ മഞ്ഞുതുള്ളികൾക്ക് ആതിഥ്യമരുളാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കവി ദുഃഖിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ കവി അതിഥിയും പുല്ലും പൂവും ആതിഥേയരും മഞ്ഞുതുള്ളികൾ പൂജയ്ക്കായുള്ള ജലവുമായിരിക്കുന്നു. കാരണം പ്രഭാതം കവിയെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, മഞ്ഞുതുള്ളികൾ പോകുന്നതോടെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് പറയാൻ കാരണം എന്തായിരിക്കും? കവിത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മഞ്ഞുതുള്ളികളെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഞങ്ങളെ ഉപേക്ഷിച്ചു പോകരുത്. ഭൂമിയിലുള്ള പുല്ലുകൾ നിങ്ങളെ കൊണ്ട് കിരീടപടിഞ്ഞ റാണിമാരായി ശോഭിക്കുന്നു. ഓരോ പൂവും നിങ്ങളാൽ ആനന്ദബാഷ്പവും പുഞ്ചിരിയും നിറഞ്ഞു നിൽക്കുന്നവരായിരിക്കുന്നു. സാധാരണക്കാരിൽ ഇത്രയും സ്നേഹവും ദയാവായ്പും ഭൂമിയിൽ എവിടെയാണ് വേറെ കാണാൻ കഴിയുക? രാവിൽ ഒത്തൊരുമിക്കുന്ന നിങ്ങൾ ഈശ്വരൻ്റെ കാരുണ്യരശ്മികൾ തന്നെയാണ്. നിങ്ങൾ അത്രയ്ക്ക് വെളുത്തവരും തണുത്തവരും ശുദ്ധിയുള്ളവരുമാണ്. നിങ്ങൾ എവിടേക്കാണ് ഇങ്ങനെ വേഗം പോവുക? ഞങ്ങളുടെ കൺമിഴികളെ നിങ്ങൾ ശൂന്യമാക്കരുത്. മഞ്ഞുതുള്ളികൾ അത്ര മനോഹരമായ കാഴ്ചകളാണ് ഭൂമിക്ക് നൽകുന്നത്. അപ്പോൾ മഞ്ഞുതുള്ളികളുടെ ആ കാഴ്ചയുടെ സൗന്ദര്യമാണ് കവി വർണ്ണിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർ ഇത്രയും സ്നേഹവും ദയാവായ്പും ഭൂമിയിൽ എവിടെയാണ് കാണാൻ കഴിയുക എന്നാണ് കവി ചോദിക്കുന്നത്. നിങ്ങൾ മഞ്ഞുതുള്ളികളെ എത്ര വെളുത്തിട്ടാണ്, എത്ര തണുത്തിട്ടാണ്, എത്ര ശുദ്ധിയുള്ളവരാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേഗം പോകുന്നത് എന്നൊക്കെയാണ് കവി പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആസ്വാദകരുടെ മനുഷ്യരുടെ കണ്ണുകളെ ശൂന്യമാക്കിക്കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകരുത് എന്ന് കവി യാചിക്കുന്നത്. അപ്പോൾ ആസ്വാദകരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ കണ്ണുകളെ ശൂന്യമാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകരുത് എന്നാണ് കവി പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മനസ്സിൽ നൈരാശ്യം എഴുന്നവന് മധ്യാഹ്നവും പ്രത്യഹമർദ്ധരാത്രം ശുഭം. പ്രതീക്ഷിപ്പനേതു രാവും സൂര്യാംശദീപ്തം പകൽ പോലെ തന്നെ. ഉള്ളൂരിൻ്റെ വരികളാണ് ഇത്. ഓരോ 4 ലൈനാണ്. ഓക്കെ, ഈ വരികളെ അബ്ദുൽ കലാമിൻ്റെ അനുഭവവുമായി ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കുക. അപ്പോൾ മനസ്സിൽ നൈരാശ്യം മെഴുന്നവന് മധ്യാഹ്നവും, അതായത് മനസ്സിൽ നിരാശ ഉള്ളവന് ഉച്ച സമയം, പ്രത്യഹമർദ്ധരാത്രം ശുഭം, അന്ധകാരം നിറഞ്ഞതാണ്. പ്രതീക്ഷയുള്ളവന് എന്താണ്? രാത്രി പോലും പകലായിട്ട് അനുഭവപ്പെടാം എന്നാണ് ഉള്ളൂരിൻ്റെ വരികൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. മനസ്സിൽ നിരാശ നിറഞ്ഞവർക്ക് ഉച്ച സമയം പോലും അന്ധകാരം നിറഞ്ഞതായി തോന്നാം. നല്ലത് പ്രതീക്ഷിക്കുന്നവന് രാത്രി പോലും പകലായി അനുഭവപ്പെടാം എന്നാണ് ഉള്ളൂരിൻ്റെ വരികളുടെ ആശയം. കലാമിൻ്റെ അനുഭവവുമായി ഏറെ ബന്ധമുള്ളതാണ് ഈ വരികൾ. SLV-3 വിക്ഷേപ ചുമതല ഏറ്റെടുത്ത ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ആദ്യം പരാജയം നേരിട്ടപ്പോൾ കടുത്ത നിരാശയും ദുഃഖവും തോന്നി. ഈ പരാജയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ അദ്ദേഹത്തിന് സഹായകമായത് സതീഷ് ധവാന്റെ വാക്കുകളാണ്. വിജയിക്കുമെന്ന പ്രതീക്ഷയോടെ വീണ്ടും പ്രയത്നം ആരംഭിച്ച കലാമും സംഘവും ഒടുവിൽ വിജയം കണ്ടു. പരാജയ കാരണം കണ്ടെത്തി പരിഹരിച്ചപ്പോൾ വിക്ഷേപണ ദൗത്യം വിജയകരമായി. നിരാശ വെടിഞ്ഞ് ഊർജത്തോടെ പ്രതീക്ഷയോടെ പ്രവർത്തിച്ചപ്പോഴാണ് പരീക്ഷണ ദൗത്യം വിജയിച്ചത്.
ഇനി അടുത്തത് വിശകലനം ചെയ്യാനാണ്. പൊരുതുക, വിജയത്തിൻ മുഖത്ത് നോക്കി നിൽക്കാതെ പൊരുതുക, പിൻവാങ്ങട്ടെ ഭയാശങ്കകൾ. പടക്കളത്തിൽ പി. കുഞ്ഞിരാമൻ നായർ. മേൽ സൂചിപ്പിച്ച വരികളിലെ ആശയവുമായി അബ്ദുൽ കലാമിൻ്റെയും ജോർജ് ഗഫൽസിൻ്റെയും ജീവിതങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ചർച്ച ചെയ്ത് വിശകലനം തയ്യാറാക്കുക. പി. കുഞ്ഞിരാമൻ നായരുടെ പടക്കളത്തിൽ എന്ന കവിതയിലെ വരികളാണ്. വിജയത്തിനു വേണ്ടി നേരിട്ടു തന്നെ പോരാടുക, നിർത്താതെ പൊരുതണം, അപ്പോൾ ഭയാശങ്കകൾ നമ്മളെ വിട്ടുപോകും. ഭയമുള്ളിടത്ത് വിജയമുണ്ടാകില്ല. വിജയം ധീരന്മാർക്കൊപ്പമാണ്. തികഞ്ഞ ധൈര്യത്തിൻ്റെ പ്രതീകങ്ങളാണ് അബ്ദുൽ കലാമും മേജർ ജോർജ് ഗഫൽസും. 7 വർഷം നീണ്ടുനിന്ന SLV-3യുടെ ദൗത്യം പൂർണ്ണമാക്കാൻ കമ്പ്യൂട്ടർ സൂചനകളെ പോലും അവഗണിച്ചുകൊണ്ട് അബ്ദുൽ കലാം കൈകൊണ്ട് പ്രവർത്തിച്ച് വിക്ഷേപണം നടത്തി. പരാജയപ്പെട്ടപ്പോൾ ഏറെ നേരം നിരാശനായിരിക്കുന്നില്ല. പകരം വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തുകയും തെറ്റുതിരുത്തി വിജയിപ്പിക്കുകയും ചെയ്തു. വളരെ പ്രയത്നം ചെയ്ത് നിർമ്മിച്ച കനാൽ തകർന്നു വീഴുമ്പോൾ മേജർ ജോർജ് ഗഫൽസിൻ്റെയും പറയുന്നത് വീണ്ടും കുഴിക്കുക എന്നതാണ്. വിജയത്തിൻ്റെ മുഖത്തു നോക്കി മുന്നേറുന്നവർക്ക് പരാജയം കണ്ട് പതറി നിൽക്കാൻ കഴിയില്ല. പരിശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ലെന്ന് ഈ മഹത്തുക്കൾ തിരിച്ചറിയുന്നു. ഇനി അടുത്തത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, നിവേദനമാണ്. ഓക്കെ, മൂഷികപ്പടയെക്കുറിച്ച് നഗരവാസികൾ മേയർക്ക് നൽകിയ പരാതി നിവേദന രൂപത്തിൽ തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നിവേദനം തയ്യാറാക്കുമ്പോൾ ആർക്കാണോ നിവേദനം തയ്യാറാക്കുന്നത് അപ്പോൾ അത് നമ്മൾ എഴുതണം. ബഹുമാനപ്പെട്ട ഹാംലിൻ മേയർ മുമ്പാകെ ഹാംലിൻ നഗരവാസികൾ സമർപ്പിക്കുന്ന നിവേദനം സർ. പിന്നെ നമ്മൾ വിഷയം എഴുതണം. ഹാംലിൻ പട്ടണത്തിലെ എലി നിവാരണം സംബന്ധിച്ച്. ഞങ്ങൾ ഹാംലിൻ നഗരവാസികളാണ്. ഹാംലിൻ പട്ടണം എലി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനാകാത്ത അവസ്ഥയാണ്. സ്വസ്ഥമായി ഉറങ്ങാനോ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനോ സാധിക്കുന്നില്ല. ആരെയും ഭയപ്പെടാതെ അവ കുഞ്ഞുങ്ങളെ പോലും ഉപദ്രവിക്കുകയാണ്. എലികളെ തുരത്താൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതെല്ലാം വിഫലമായി. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾ ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. വിശ്വസ്തയോടെ നഗരവാസികൾ. പിന്നെ പേര് ഒപ്പ് എഴുതണം, 2 പേരുടെ പേരും എഴുതണം. പിന്നെ നമ്മൾ എഴുതേണ്ടത് ഹാംലിൻ, അതായത് സ്ഥലത്തിൻ്റെ പേരും ഡേറ്റും എഴുതണം. അപ്പോൾ ഈ നിവേദനത്തിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആദ്യം നമ്മൾ ആർക്കാണോ സമർപ്പിക്കുന്നതാണോ നിവേദനം അതിനെപ്പറ്റി എഴുതുക. പിന്നെ നമ്മൾ സർ എഴുതുക. പിന്നെ നമ്മൾ വിഷയം എഴുതുക. അത് കഴിഞ്ഞിട്ട് വിശ്വസ്തയോടെ നഗരവാസി പേര്, ഒപ്പ്, അതേപോലെ സ്ഥലം, തീയതി ഇതും നമ്മൾ രേഖപ്പെടുത്തണം. ഓക്കെ, ഇനി അടുത്തത് ചിത്രശലഭങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഒരു ചോദ്യമാണ്. നിങ്ങളും പാറിക്കളിക്കാനുള്ളവരാ. പിടിച്ചടച്ച കൂമ്പടഞ്ഞു പോകും. സിംഹത്തിൻ്റെ വായ്ക്കിരയായി പോകും. മാലാഖമാരോട് മുത്തശ്ശി കൊടുത്ത ഈ താക്കീതിൻ്റെ പൊരുൾ വ്യക്തമാക്കുക. ശലഭത്തെ കണ്ട് മാലാഖമാർ അതിനെ പിന്നാലെ പോകാൻ ഒരുങ്ങി. മുത്തശ്ശി അത് തടയുന്നു. അതിന് കാരണമുണ്ട്. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് സ്വാതന്ത്ര്യം. അത് നിഷേധിച്ചാൽ അവരുടെ വളർച്ച നശിക്കും. ഇത് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ശലഭത്തെ പിടിക്കാൻ പോകുന്ന മാലാഖമാരെ മുത്തശ്ശി വിലക്കിയത്. പറന്നു നടക്കുന്നതാണ് ശലഭത്തിന് അവകാശപ്പെട്ട സ്വാതന്ത്ര്യം. മാലാഖമാർ അതിനെ പിടിച്ചെടുക്കുന്നതോടെ അവയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നതോടുകൂടി കഴിവുകളെല്ലാം നഷ്ടപ്പെട്ട് സിംഹത്തിൻ്റെ വായിലകപ്പെടുകയും ചെയ്യും. ഇതാണ് ഈ താക്കീത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങളും പാറിക്കളിക്കാനുള്ളവരാ. പിടിച്ചടച്ചാൽ കൂമ്പടഞ്ഞു പോകും എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പൊരുൾ എന്താണ്? എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് സ്വാതന്ത്ര്യം. അത് നിഷേധിച്ചാൽ അവരുടെ വളർച്ച നശിക്കും. ഇത് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ശലഭത്തെ പിടിക്കാൻ പോകുന്ന മാലാഖമാരെ മുത്തശ്ശി വിലക്കിയത്. പറന്നു നടക്കുന്നതാണ് ശലഭത്തിന് അവകാശപ്പെട്ട സ്വാതന്ത്ര്യം. മാലാഖമാർ അതിനെ പിടിച്ചെടുക്കുന്നതോടെ അവയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. സ്വാതന്ത്ര്യമില്ലാതാകുന്നതോടെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ട് സിംഹത്തിൻ്റെ വായിലാക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ഈ താക്കീത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.